ജാതി വിവേചന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണനുമായി ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ആർ നായർ ഇപ്പോൾ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. നമസ്കാരം. കോട്ടയത്ത് ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ കേരളം ഏറെ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയുടെ ഒരു ആകത്തുക എന്താണ്? മന്ത്രിക്ക് അതിനകത്ത് ബോധ്യപ്പെട്ടത് എന്താണ്? മന്ത്രി പറയാൻ ശ്രമിച്ചത് എന്താണ്? നമുക്ക് മന്ത്രി കെ രാധാകൃഷ്ണനോട് തന്നെ ചോദിക്കാം. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, നമസ്കാരം. ഇതിനകത്ത് മന്ത്രി പറഞ്ഞതിനോട് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മന്ത്രി പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന്മേൽ തന്നെയാണോ ചർച്ച നടന്നത്? ഈ മൊത്തത്തിൽ നടന്ന ചർച്ചകൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഭാരതീയ വേലൻ മഹാസഭയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ 17-ാം തീയതിയാണ് ഞാൻ സമ്മേളനത്തിന് പോകണോ എന്നുള്ള കാര്യം തന്നെ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. കാലത്ത് ചേലക്കരയിൽ നിന്ന് 4 മണിക്കൂറോളം ഓടിയിട്ട് വേണം കോട്ടയത്തെത്താൻ. തന്നെയല്ല അവിടെ കൃഷ്ണൻകുട്ടി മന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാസം 2 മന്ത്രിമാരും പങ്കെടുക്കുന്ന ഒരു പരിപാടി. അതിൽ പിന്നെ ഞാൻ വരണോ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവർ നിർബന്ധിച്ച് പറഞ്ഞു വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2:30-ക്കാണ് പ്രതിനിധി സമ്മേളനം. 2:30 ആകുമ്പോഴാണ് അവിടെ എത്തുന്നത്. അപ്പോൾ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു കാര്യം, അവിടെ ഒരു കാര്യമില്ല, നിരവധി കാര്യങ്ങൾ. അത് പ്രധാനമായിട്ടും പറഞ്ഞത് ഈ SC/ST വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും വീടുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന 4 ലക്ഷം രൂപയാണ്, അത് 8 ലക്ഷം രൂപയാക്കണം. അങ്ങനെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും അവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ കാലത്ത് പിന്നെ വായിച്ച 2 വാർത്തകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതൊന്ന്, ഒരു ചെറുകിട ദളിത് കർഷക കുടുംബത്തിലെ 3 ആളുകളെ രാത്രി വെടിവെച്ചു, ഉറങ്ങിക്കിടക്കുമ്പോൾ വെടിവെച്ചു കൊന്നു. അത് UP-യിലാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഒരു യുവാവിനെ അല്പം കൂലി കൂടുതൽ ചോദിച്ചതിന് മൃഗീയമായിട്ട് കൊന്നത്. അത് നമ്മൾ പിന്നെ ഞാൻ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാണ് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായത് വായിച്ചിരിക്കുന്നത്. അതായത് നഖം മുഴുവൻ പറിച്ചു കളഞ്ഞു. അതിനുശേഷം ചോരയൊലിക്കുന്ന ശരീരമായി. ആ ശരീരത്തിലേക്കാണ് നായ്ക്കളെ, പട്ടികളെ ഇറക്കി വിട്ടുകൊണ്ട് ആ യുവാവിനെ കടിച്ചു കൊല്ലുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ള വാർത്തകൾ താങ്കളെ വേട്ടയാടുന്നു. ഈ 2 വാർത്തകളും വല്ലാതെ മനസ്സിനെ വേട്ടയാടുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ആനുകൂല്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 വിഷയങ്ങൾ, അതായത് നമ്മൾ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിരൂക്ഷമായിട്ട് ദളിത് വേട്ടകൾ നടക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഹൈദരാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ദളിത് വേട്ടയാണ്. അപ്പോൾ അതിനെതിരായിക്കൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 27, 28 തീയതികളിൽ ഹൈദരാബാദിൽ തന്നെ ഇന്ത്യയിലെ 22ഓളം സംസ്ഥാനങ്ങളിലെ പിന്നെ ദളിത് ഓർഗനൈസേഷൻസ്, പ്രോഗ്രസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഒക്കെ എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു മീറ്റ് നടന്നു. അപ്പോൾ ആ മീറ്റിലെ ചർച്ച ഓരോ സംസ്ഥാനത്ത് 22 സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ പിന്നെ വലിയ രീതിയിലുള്ള അട്രോസിറ്റിയും ഡിസ്ക്രിമിനേഷനും വളർന്നു വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, ആ ചർച്ചയിൽ ഞാനും പങ്കെടുത്തു. അപ്പോൾ അത് ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ ഒരേ സംസ്ഥാനം നമ്മുടെ കേരളം മാത്രമാണ്. അത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് നാഷണൽ ലെവലിൽ പിന്നെ ദളിതുകൾക്കെതിരായിക്കൊണ്ട്, പിന്നോക്കക്കാർക്കെതിരെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള അട്രോസിറ്റീസ് വർദ്ധിക്കുക. അപ്പം അത് കാണാതെ നമ്മൾ കേവലം ആനുകൂല്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തു പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉദാഹരണമായിട്ട് ഈ കാര്യം പറഞ്ഞത്. അതെങ്ങനെയാണ് പൊതുവിൽ സമൂഹം ചർച്ച ചെയ്തത് എന്നതിനെ കുറിച്ച് മന്ത്രി എന്താണ് മനസ്സിലാക്കുന്നത്? അപ്പം ഞാൻ അതിൻ്റെ കൂടെയാണ് ഇത് പറഞ്ഞത്. അതായത് കേരളത്തിലെ ജാതി വ്യവസ്ഥയും അതുപോലെ അതിൻ്റെ ദുരന്തവും ഇല്ലാതാക്കാൻ വേണ്ടി ഒട്ടേറെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. ആ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒട്ടേറെ സാമൂഹ്യ നായകന്മാർ ഉയർന്നു വന്നു. അപ്പോൾ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഉയർന്നു വന്നു. എല്ലാ ആളുകളുടെയും ഭാഗത്തുണ്ടായത്. അതിൽ ജാതി വ്യത്യാസം മറന്നുകൊണ്ട് എല്ലാ ആളുകളും പങ്കെടുത്തു. അപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം, നമ്മുടെ ഈ കേരളത്തിൻ്റെ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി വൈകുണ്ഠസ്വാമി മുതൽ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി,
തുടങ്ങി അങ്ങനെയുള്ള മഹാരഥന്മാർ നടത്തിയ വലിയ പോരാട്ടമുണ്ട്. സാമൂഹിക അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം. നമ്മുടെ വൈക്കം സത്യാഗ്രഹം, അതിൽ പിന്നെ ഈ മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മജി പങ്കെടുത്തു. ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരുപാട് ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്തു. തന്തപ്പെരിയോർ രാമസ്വാമി അദ്ദേഹം അതിന് നേതൃത്വപരമായ പങ്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്നു കൊടുത്തു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ സംഭാവന നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ നമ്മുടെ ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തു. അതിൻ്റെയൊക്കെ നേട്ടം ആണ് നമ്മുടെ ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടായത്. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നമ്മളൊക്കെ കരുതുന്നത് വളരെ പുരോഗമനപരമായിട്ടുള്ള ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ജാതിയുടെ കാര്യമൊക്കെ വരുമ്പോൾ യാഥാസ്ഥിതികമായിട്ടാണ് വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അതെ, ഞാനതിൽ മന്നത്ത് പത്മനാഭൻ അദ്ദേഹമടക്കം ഈ സാമൂഹിക പരിഷ്കരണത്തെ നേതൃത്വപരമായി പങ്കുവഹിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കാൻ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു, NSSന്റെ സ്ഥാപകൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിലുണ്ടായിരുന്നു AK കൃഷ്ണപിള്ള, കേളപ്പജി തുടങ്ങിയ ഒട്ടേറെ മഹാരഥന്മാരാണ് ഈ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി മുൻപിൽ നിന്ന് പ്രവർത്തിച്ചത്. അത് ആ നേട്ടമാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായത്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണ നിയമങ്ങൾ, 57 വന്ന ഗവൺമെൻറ് കൊണ്ടുവന്ന സാമൂഹിക EMS നേതൃത്വത്തിൽ കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കരണങ്ങൾ, അതുപോലെ തന്നെ VTയും അതുപോലെ പ്രേംജിയും തുടങ്ങിയ ഒട്ടേറെ ആളുകൾ കലാസാഹിത്യ നാടകരംഗങ്ങളിൽ അവർ ഒരുപക്ഷെ നമ്മുടെ പിന്നെ കേരളീയ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ അവരൊക്കെയാണ്. അവരനുഭവിച്ച അല്ലെങ്കിൽ അവർ പിന്നെ അനുഭവിക്കേണ്ട സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ഈ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലേക്ക് എടുത്തു ചാടിയത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു സംഘടന എനിക്കെതിരായിട്ട് പ്രസ്താവന കൊടുത്തവർ അന്ന് കൊടുത്ത പ്രസ്താവന എന്തായിരുന്നു എന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അതിനെ പേരെടുത്ത് വിമർശിക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമ്മുടെ കേരളം ഇങ്ങനെ ജാതി ഒരു പരിധിവരെ ജാതിയുടെയും ഫ്യൂഡലിസത്തിൻ്റെയും എല്ലാം തന്നെ അവശിഷ്ടങ്ങൾ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകദേശം ഒരു സംസ്ഥാനാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറും. അതിൽ ദളിതുകൾക്കും ആദിവാസികൾക്കും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ സാന്ദർഭികമായിട്ട് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ യോഗക്ഷേമ സഭയുടെ പ്രതികരണമാണ് വന്നത്. താങ്കൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന്. അതെങ്ങനെയാണ്? അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണോ പറഞ്ഞതെന്ന് യോഗക്ഷേമ സഭയുടെ ആരംഭകാലത്തുള്ള പ്രവർത്തനം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് യോഗക്ഷേമ സഭ ഉണ്ടാക്കിയത് എന്നുള്ളത്. അത് പരിശോധിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്തും. ഞാനതിന് അത്രേ പറയുന്നുള്ളൂ. അപ്പം അത് വിടാം നമുക്ക്. അപ്പം നമ്മുടെ കേരളീയ സമൂഹം നേടിയ ഈ നേട്ടം നമുക്ക് നിലനിർത്താൻ കഴിയണം. അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. എങ്ങനെയാണ് ഈ സാമൂഹിക പരിവർത്തനം ഉണ്ടായി ഇതുവരെ എത്തിയത്? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ജാതി ചിന്തയും അതുപോലെ തന്നെ ഫ്യൂഡൽ ചിന്തയും അവശേഷിക്കുന്ന ആളുകൾ ഏത് സമൂഹത്തിലുണ്ടാവും? ഇങ്ങനെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിവർത്തനങ്ങൾ വന്ന ഒരു സമൂഹത്തിൽ താങ്കളെപ്പോലെ ഒരു ദേവസ്വം മന്ത്രിയായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്തു എന്ന് പറയുന്നത് പലതും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അവരെ ഒതുങ്ങിയിരിക്കുകയാണ്. അത് എപ്പോഴാണോ അവസരം അനുകൂലമായ അവസരം വരുന്നത് ആ അവസരത്തിൽ അത് ഉപയോഗപ്പെടുത്തും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെ 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ടീച്ചർ ആ ക്ലാസ്സിലുള്ള കുട്ടികളെ കൊണ്ട് മർദ്ദിക്കുകയാണ്. ആ ടീച്ചർ മർദ്ദിപ്പിക്കുകയാണ്. അങ്ങനെ മർദ്ദിപ്പിച്ച് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചർച്ച നടന്ന സമയത്ത് ആ ടീച്ചർ പറഞ്ഞത് ഞാൻ മർദ്ദിപ്പിച്ച് ശരിയാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, എൻ്റെ കൈക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ടാണ്. സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ വീണ്ടും കൂടുതൽ മർദ്ദിക്കുമായിരുന്നു. അങ്ങനെ മർദ്ദിച്ചത് ന്യായീകരിക്കുന്നതിന് ആ ടീച്ചർ പറഞ്ഞത് ഈ ഗ്രാമത്തിൻ്റെ പിന്തുണ എനിക്കുണ്ടെന്നാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങൾ ഉണർത്തെഴുന്നേൽക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവിടെ നിന്ന് അല്ലേ? അങ്ങനെ ഒരു ഭൗതിക അന്തരീക്ഷം ഉള്ളതുകൊണ്ടല്ലേ ആ ടീച്ചർ പറഞ്ഞത്. നമ്മുടെ കേരളത്തിലൊരു ടീച്ചർക്ക് അങ്ങനെ പറയാൻ നാവുമെന്ന് തോന്നും. ആ കാരണം ആ ഭൗതിക സാഹചര്യം ടീച്ചർമാർക്ക് ചിലവർക്കുണ്ട്, പറയണമെന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടാവും, പറയുന്നുണ്ടാവും മനസ്സിൽ. അത് വ്യാപകമായിട്ട് പറയാനോ പ്രാവർത്തികമാക്കാനോ കഴിയാത്തൊരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നുണ്ട്. അത് തകർക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമ്മൾക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പഴയ ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ അടിമത്ത വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാവും.
ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഇത്രയും പ്രവർത്തിച്ച ആ കാലയളവിനുള്ളിൽ അല്ലെങ്കിൽ അതിനു മുമ്പോ ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോയപ്പോഴോ എങ്കിലും അല്ലെങ്കിൽ അല്ലാതെയോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ഒരു മന്ത്രി എന്നുള്ള കാലയളവിൽ പലതവണ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, പലയിടത്ത് വെച്ച്. അതിൽ പിന്നെ നമ്മുടെ ഹൈദരാലി മാഷ്, കലാമണ്ഡല ഹൈദരാലി മാഷ് കഥകളി സംഗീതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് കാണിച്ചൊരു വിവേചനം എപ്പോഴും മനസ്സിൽ ഒരു വേദന ഉണ്ടാക്കുന്നത്. അദ്ദേഹം നല്ല സംഗീതജ്ഞനായിരുന്നു, കഥകളി സംഗീതം, കലാമണ്ഡലത്തിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം കഥകളി സംഗീതത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. അദ്ദേഹത്തെ പോലും പിന്നെ മതിൽ പൊളിച്ച് പുറത്തിരുന്നിട്ടാണ് അപ്പോൾ സ്റ്റേജിൽ കഥകളി നടക്കുമ്പോൾ ആ കഥകളിക്ക് സംഗീതം നൽകുന്ന ആൾ ആ ക്ഷേത്ര മതിൽ പൊളിച്ച് അതിൻ്റെ അപ്പുറത്തിരുന്നാണ് അദ്ദേഹത്തിന് പാടേണ്ടി വന്നത്. യേശുദാസ് പലപ്പോഴും വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഭക്തിഗാനങ്ങളിൽ ഇപ്പോൾ യേശുദാസ് എത്ര മഹാനായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. എന്നോട് പലരും ഏറ്റവും നല്ല ഭക്തരാണല്ലോ, ആ ഭക്തർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് ഇതിൻ്റെ സംവിധാനത്തെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പ്രയാസം ഉണ്ടായിരുന്നല്ലോ. 31കളിൽ പോലും പാവപ്പെട്ടവർക്ക് നമ്മുടെ ഗുരുവായൂരിലേക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടക്കാൻ പറ്റിയിരുന്നല്ലോ. അതിനാണല്ലോ മഹാനായ കൃഷ്ണപിള്ള AKജിയും കേളപ്പജിയും മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം സമരം ചെയ്ത്. അപ്പോൾ അങ്ങോട്ട് കടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, കൊടുക്കാതിരുന്നതാണ്. അപ്പോൾ അവർക്ക് അത് സ്വാതന്ത്ര്യം കിട്ടിയത് വെറുതെ കിട്ടിയതില്ല, നല്ല സമരവും തല്ലുകൊണ്ടുമൊക്കെയാണ് അത് കിട്ടിയത്. അല്ല, ഞാൻ ചോദിച്ചത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അതായത് ഞാൻ പിന്നെ ഇങ്ങനെ ഡിസ്ക്രിമിനേഷനുള്ള സ്ഥലത്തേക്ക് പരമാവധി പോകാതിരിക്കുക എന്നുള്ള ഒരു സമീപനം ചെറുപ്പത്തിലേ സ്വീകരിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ് തൊട്ട് 1ാം ക്ലാസ്സിൽ ഉണ്ടായ അനുഭവം, 2ാം ക്ലാസ്സിൽ ഉണ്ടായ അനുഭവം, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതെന്താണ് ചുരുക്കി അത് ഞാൻ പിന്നെ പറയാം. 1ാം ക്ലാസ്സിലൊക്കെ അതല്ല ഞാൻ പറയുന്നത്. അതായത് ഈ ഒരു വിഭാഗം ആളുകൾക്ക് വലിയ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനുഷ്യൻ ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ എപ്പോഴും ജാതിക്കും മതത്തിനും എല്ലാം അതീതമായിക്കൊണ്ട് മനുഷ്യൻ്റെ നന്മയെക്കുറിച്ച് ചെറിയ കാലത്ത് തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് മനുഷ്യൻ പട്ടിണി കിടക്കേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് വസ്ത്രമില്ലാത്ത അവസ്ഥ വരുന്നത്, എന്തുകൊണ്ടാണ് പണിയെടുത്തിട്ട് അവന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ തോന്നിയതാണ്. 10,000 പേരും അമ്മ കുത്തും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും എന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴും സംശയം ഉണ്ടായതാണ്. എങ്ങനെയാണ് 10,000 പെറുക? 10,000 എങ്ങനെ പെറുന്ന സ്ഥിതിയുണ്ടോ? 10,000ത്തിലേക്ക് പാവപ്പെട്ടവർ പണിയെടുത്ത നെല്ലാണ് കൊണ്ടുവന്ന് നിറച്ചിട്ടിരിക്കുന്നത്. ആ അധ്വാനത്തിൻ്റെ മഹത്വം കളയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. വന്നുകൊണ്ട് സംശയം ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? 10,000 പെറാൻ സാധ്യതയുണ്ടോ? പെറുവോ? അതൊരു ഫ്യൂഡലിസത്തിന്റെ ഫ്യൂഡൽ കൺസെപ്റ്റാണത്. അതെ അതെ. അപ്പം അത് പിന്നെ അന്ന് ടീച്ചർമാർ പറഞ്ഞു ഇത് എഴുതി വെച്ചാലേ മാർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കാരണം എഴുതി വെക്കേണ്ടി വന്നു. അത്തരക്കാരെ കൃത്യമായിട്ട് അകറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, അതാണ് നമ്മുടെ ഫ്യൂഡൽ കൺസെപ്റ്റ് ഇപ്പോഴും. അതായത് ജാതി ഉപജാതികളുടെ ഇടയിൽ ജാതികളിലും അതിൻ്റെ ആ ജാതിയുമായി ബന്ധപ്പെട്ട ഉപജാതികളിലും ജാതി വ്യവസ്ഥയുടെ ഭാഗമായിക്കൊണ്ട് ഒരു തരത്തിലുള്ള ഹെറാർക്കിണ്ട്. എല്ലാ ശ്രേണിയിലും ഇതുണ്ട്. എല്ലാ ശ്രേണിയിലും അവർക്ക് താഴെ നിൽക്കുന്ന എപ്പോഴും എൻ്റെ താഴെ ഒരു സമൂഹം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെയാണ് ഈ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച ആളുകൾ. ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്ക് വിട്ടല്ലോ, അത്രയും ബുദ്ധി വികാസമാണല്ലോ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം സൂര്യനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെയുള്ള സാങ്കേതികവിദ്യയെല്ലാം ഉയർന്നു വന്നിട്ടും നമ്മുടെ ജാതി വ്യവസ്ഥ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലോ. അപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയവരുടെ ബുദ്ധി എത്ര വലുതായിരുന്നു? അതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ ഈ പ്രത്യേക വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ക്ഷേത്രാചാരങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റാൻ സാധിക്കില്ല. അവിടുത്തെ മേൽശാന്തി പറഞ്ഞ കാര്യമാണിത്. ഇതൊരു ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. താങ്കൾക്കുണ്ടായ അനുഭവം, ആ അനുഭവം വളരെ പ്രധാനപ്പെട്ട. ഞാൻ ഇതുവരെ ഞാനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റോ ഇതുവരെ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവിടുത്തെ രീതികളോ മാറ്റിമറിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഓരോ വിശ്വാസികളും വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ്? അവർ പറയുന്നത് ക്ഷേത്രത്തിൽ ആചാരം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അത്ര വലിയ ഞാൻ പിന്നെ വേദപഠനത്തിലൊന്നും ഞാൻ പോയ ഒരാളല്ല. അല്ലെങ്കിൽ ക്ഷേത്ര പൂജാരി ആ പൂജാകർമ്മങ്ങളൊന്നും വേണ്ടത്ര അറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
പക്ഷേ മനുഷ്യനോട് ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ട്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാണ്. ഇവിടെ പിന്നെ ക്ഷേത്രത്തിനെ അശുദ്ധമാക്കി അശുദ്ധിയൊക്കെയാണ് അവരുടെ മനസ്സ്. ശുദ്ധിയാകാത്ത ആളുകൾ അശുദ്ധിയും ശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒരു കാരണവശാലും അവരുടെ അകത്ത് പോയിട്ട് പിന്നെ അല്ലെങ്കിൽ അവരുടെ ഒന്നും പറയാൻ പറ്റില്ല. ക്ഷേത്രത്തിൻ്റെ അകത്ത് പോയിട്ട് വിളക്ക് കത്തിച്ചുകൊണ്ട് വരികയല്ലേ ചെയ്തത്. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തിരുന്ന പൂജാരി പുറത്താണ് പരിപാടി നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡിലാണ്. അവിടേക്ക് തിരി തെളിച്ച് അദ്ദേഹം നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വല്പം കയറുന്നു. ഞാൻ മന്ത്രിയായതിനു ശേഷം നിരവധി അമ്പലങ്ങളിൽ പിന്നെ വിളക്ക് തെളിയിക്കാൻ എനിക്ക് അവസരം കിട്ടി. അവിടെ എല്ലാം തന്നെ ഈ പിന്നെ പൂജാരിമാർ വിളക്ക് അകത്തുനിന്ന് കത്തിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തരികയാണ്. ഒരുപാട് അമ്പലത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പൊ ഇവിടെ ഒരു എതിർവാദം ഉയരുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അതായത് ചില പറയുന്നത് ദേവപൂജയ്ക്കിടയിൽ അങ്ങനെ വന്നിട്ട് സ്പർശിക്കാൻ പാടില്ല എന്നാണ് ഈ ആചാരം അറിയുന്നവരെന്ന് നമ്മൾ കരുതുന്ന അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പൂജാരി ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് ഈ വിളക്കും തെളിയിച്ച് നേരെ വന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് ആൾക്കൂട്ടമൊക്കെ ആളെ തൊടുന്നുണ്ട്. ആ തൊട്ട് അത് കഴിഞ്ഞ് കത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്നെ കീഴ്ശാന്തിക്ക് ഈ വിളക്ക് കൊടുക്കുകയാണ്. ആ കീഴ്ശാന്തി വിളക്ക് വീണ്ടും തിരിതെളിയിച്ചതിന് ശേഷം ആ കീഴ്ശാന്തി താഴെ വയ്ക്കുക. അപ്പോൾ ആ കീഴ്ശാന്തിയൊക്കെ നിറച്ച് ആളുകൾ തൊട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയിത്തുണ്ടായിരുന്നില്ലേ? അപ്പോൾ ശുദ്ധി ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവരുടെ അശുദ്ധിയെക്കുറിച്ച് ചോദ്യം ചെയ്യില്ല. പക്ഷേ നമുക്കപ്പോൾ തോന്നിയത് ഈ താഴത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഡിസ്ക്രിമിനേഷനാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് കത്തിക്കില്ല എന്ന് തീരുമാനിച്ചു. ചില ആളുകൾ എന്നോട് കത്തിക്കാൻ നിർബന്ധിച്ചു. ഞാൻ കത്തിക്കില്ല. ഇതിന് ചുവട് പിടിച്ചാണ് ചില ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രാചാരങ്ങളെ പറ്റി അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷേത്രാചാരങ്ങളെ കുറിച്ച് അറിയാത്തത് ആണോ ഇത് ഉപരിപദ്ധതി? അറിയുന്നവരല്ലേ ഇത് ചെയ്ത്? അവരങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണം? ക്ഷേത്രപ്പടിയിൽ വെച്ചിട്ട് വേറെ ആരെ കൊണ്ടെങ്കിലും വിളക്കെടുപ്പിച്ച് വിടുകയല്ലേ? പിന്നെ എന്തിനാ ഈ തന്ത്രി വന്നിട്ട് കൊളുത്തുന്നത്? അശുദ്ധമാണെങ്കിൽ ആ തന്ത്രി അവിടേക്ക് വരാൻ പാടില്ലല്ലോ. ഇവർ പറയുന്ന അശുദ്ധിയാണെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വരാൻ പാടോ? എന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ കുളിച്ചിട്ടാണോ പോയത്? അല്ലല്ലോ. അപ്പോൾ അശുദ്ധിയൊക്കെ ഉണ്ടാക്കുന്ന അവനവനാണ്. ഞാൻ നല്ല ശുദ്ധിയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തത്. അതായത് കത്തിക്കില്ല എന്നുള്ള അത് എൻ്റെ മനസ്സിലുള്ള ശുദ്ധിയോടുകൂടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അത് ഞാൻ അവിടെ പറയുകയും ചെയ്തു. പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അഡ്വാൻസ് അല്ല, കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു, കുറച്ചുകൂടി രൂക്ഷമായിട്ട് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ കൊടുക്കുന്ന പൈസയ്ക്ക് അയിത്തമില്ലല്ലോ. ഞാൻ എല്ലാ ചാനലിലും പറഞ്ഞാണ്. ആ പൈസ വരുന്നത് എവിടുന്നൊക്കെയാണ്? ഏതെല്ലാം കയ്യിലൂടെ കയറി മറിഞ്ഞിട്ടാണ് പൈസ ക്ഷേത്രത്തിലെത്തുന്നത്? നേരെ റിസർവ് ബാങ്കിൻ്റെ നോട്ട് കൊണ്ടൊന്നല്ലല്ലോ നമ്മുടെ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിലിടുന്നതോ അല്ലെങ്കിൽ വഴിപാട് കൊടുക്കുന്നതോ. ഒരുപാട് അല്ലേ, എല്ലാ ആളുകളുടെ കയ്യിലൂടെ കയറി. ഒരു നോട്ട് ജന്മം എടുത്തു കഴിഞ്ഞാൽ അത് എത്ര കൊല്ലം കൊണ്ടാണ് ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുന്നത്? ഓരോ ഇങ്ങനെ കൈയിറങ്ങുക. അതിൽ മീൻ വിൽക്കുന്ന ആളുകളുടെ കയ്യിലൂടെ ഇറങ്ങിയ പൈസ അല്ലേ? ചില നമ്മൾ മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ ബാലൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇറച്ചി വെട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഭിക്ഷക്കാരുടെ കയ്യിൽ നിന്ന് പൈസ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കള്ളന്മാരും കൊള്ളക്കാരായിട്ടുള്ള ആളുകളുണ്ടോ? പലതരത്തിലുള്ള ആളുകളുടെ കൂടെ കൈമാറി വന്ന പൈസയാണ്. ആ പൈസ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്ന് അശുദ്ധമാവും എന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ആ പൈസയ്ക്ക് അശുദ്ധിയില്ല, അല്ലെങ്കിൽ പിന്നെ അൺടച്ചബിലിറ്റി ഇല്ല. അത് നമുക്ക് സ്വീകരിക്കാം. മനുഷ്യന് പിന്നെ ശുദ്ധിയില്ല അല്ലെങ്കിൽ അശുദ്ധിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക, അൺടച്ചബിൾ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. ആ ഒരു വ്യവസ്ഥയോടാണ് നമുക്ക് പൊരുതേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, അത് കേവലം ഞാൻ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഈ സമൂഹത്തിൽ എല്ലാ മനുഷ്യരും കൂടിച്ചേർന്നു. അതായത് ടോപ്പ് ടു ബോട്ടം വരെയുള്ള ആളുകൾ അതിൽ പങ്കാളികളാകും. എല്ലാ ആളുകളുടെയും മനസ്സ് ആ രീതിയിലേക്ക് വരണം. ഒരാളുടെ മനസ്സ് വന്നുകൊണ്ടായില്ല. സെക്ടറിനായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. വിശാലമായ രീതിയിൽ അത് ചിന്തിക്കാൻ വേണ്ടി കഴിയണം. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച്. ഇവിടെ ഇപ്പോൾ താങ്കൾക്ക് ഈ അനുഭവമുണ്ടായ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ CPM അംഗമാണ്, ലോക്കൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു കാര്യം നടന്നപ്പോൾ അതിനകത്തൊരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് മാറി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ ഈ അവിടെ പുതുതായി വന്നതാണ് ഉപദേശക സമിതി. എനിക്ക് എൻ്റെ ചെറിയ പരിമിതമായ അറിവാണ്. ഉപദേശം പുതുതായി വന്നതാണ്. അവർക്ക് ഇതിൻ്റെ കുറിച്ച് വ്യക്തത ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ച ആളുകളൊന്നും ആവില്ല.
അപ്പോൾ ഇത് ഞാൻ കത്തിക്കില്ല എടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ മനസ്സിൽ തന്നെ സംശയം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് കത്തിക്കാതിരുന്നത്. ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ ആള് അതെ, എനിക്ക് ആളുകളെ ആരോ എടുത്ത് എൻ്റെ കയ്യിൽ തരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വേണ്ട, കത്തിക്കാൻ എനിക്ക് എൻ്റെ കയ്യിൽ തരാൻ പറ്റാത്ത താഴെ ഇരുന്ന വിളക്ക് എടുത്ത് കയ്യിൽ തരുന്നതിന് വേണ്ടി അപ്പം അത് ഒരു മോശമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനത് കത്തിക്കാതെ അവർക്ക് തമ്മിൽ കൈമാറാമായിരുന്നു. എനിക്ക് കൈമാറാൻ പാടില്ല. അപ്പം അത്രയും അശുദ്ധമുള്ള ആളാണെങ്കിൽ പിന്നെ അത് വിളക്ക് തൊട്ട് കത്തിക്കാൻ പാടുമോ? അപ്പം അതുകൊണ്ട് ഞാൻ കത്തിക്കുന്നില്ല. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ കാര്യം ചോദിച്ചത്. നമ്മളിപ്പോൾ പലയിടത്തും ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിലൊക്കെ CPM അംഗങ്ങളായിട്ടുള്ളവർ CPMകാർ ഇരിപ്പുണ്ട്. അപ്പോൾ പക്ഷേ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും നമ്മൾ ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള പുരോഗമനപരമായ കാലത്തിനൊത്ത് മാറേണ്ട കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് മാത്രമാണോ, അത് RSSനെ അവിടെ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണോ നമ്മൾ അത്തരത്തിലുള്ള ഇത് നടത്തുന്നത്? അത് മാറ്റങ്ങൾ എന്നുള്ളതിൽ അത് നിങ്ങളുടെ ഉദ്ദേശം ഇല്ലേ? അതിൽ CPMക്കാർ എന്ന് പറഞ്ഞിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത്. CPMൻ്റെ ആളുകൾ എന്നുള്ള രീതിയിലല്ല, ഉപദേശ സമിതിയാണ്. ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഉപദേശ സമിതികളെല്ലാം കൂടി കുറേ കൂടി ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനും അവിടുത്തെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ 2 വർഷത്തെ നമ്മുടെ 5 ദേവസ്വം ബോർഡുകളിലെയും ഭൗതിക സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായി. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അതിൻ്റെ തുടക്കം കുറിച്ചു വലിയ രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ആ രീതിയിൽ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ അവർ പ്രവർത്തനം മെച്ചപ്പെടുത്തുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആലപ്പുഴയിൽ ഒരു ക്ഷേത്രത്തിൽ പോയി. അവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ആ ക്ഷേത്രം. ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവിടെ സാമൂഹ്യ വിരുദ്ധര കേന്ദ്രമായിരുന്നു. അവിടെ പുതിയ ഉപദേശ സമിതി വന്നപ്പോൾ അവിടെ കാടെല്ലാം വെട്ടിത്തെളിച്ചു, അതിൻ്റെ പരിസരം വൃത്തിയാക്കി. സലാമാണ് അവിടുത്തെ MLA. അദ്ദേഹം ഇടപെട്ടിട്ട് നമ്മുടെ ഇവിടെ ഒരു തണ്ണീർമുക്കം ബണ്ട് അത് മണലെടുക്കുമ്പോൾ ആ മണൽ 10, 200, 300 ലോഡ് കൊണ്ടുവന്ന് നിരത്തി നല്ല ഇതായി അവിടെ പിന്നെ കല്യാണ മണ്ഡപത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. അങ്ങനെ ഒരുപാട് നല്ല സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത്. ക്ഷേത്രാങ്കണങ്ങളെ ചാരുഹരിതമാക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം നമ്മൾ ഈ പിന്നെ ജൂൺ 5 നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നല്ല പോലെയുള്ള മാറ്റങ്ങളാണ്. ചില സ്ഥലത്ത് 1 കോടി, 1.5 കോടി, 2 കോടി രൂപയൊക്കെ അവിടുത്തെ ഈ ഉപദേശ സമിതി ജനങ്ങളുടെ സംഭാവനയോടുകൂടി പിരിച്ച് അത് വലിയ രീതിയിലുള്ള പരിപാടിയാക്കി മാറ്റുകയാണ്. ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടൽ എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പല ക്ഷേത്രങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ല. ഇപ്പം നിരവധി മഹാക്ഷേത്രങ്ങളടക്കം ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ഈ ഹൈന്ദവ സമൂഹത്തിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉള്ളതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കാലാനുസൃതമായി മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഷർട്ട് ഇടാതെ പുരുഷന്മാരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കില്ല, അകത്ത് പ്രവേശിപ്പിക്കില്ല. പണ്ട് SNDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇതൊരു ദുരാചാരമാണ്, മാറേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് സ്ത്രീകൾ പെൺകുട്ടികൾ ചുരിദാറിട്ടാണ് വരുന്നതെങ്കിൽ ഒരു മുണ്ട് അതിന് പുറത്തോടെ പുറച്ചേ കയറാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലയിടത്ത് പ്രസാദം എറിഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഹൈന്ദവ സമൂഹത്തിൽ തന്നെ 2 അഭിപ്രായം ഈ കാര്യങ്ങളിലാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അഭിപ്രായ സമന്വയം ഈ തന്ത്രിമാർ പോലെയുള്ള ആൾക്കാരെ ഒക്കെ അവരെയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ കാലാനുസൃതമായി വരുത്തുന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചന. അതിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയേണ്ടത് നമ്മുടെ ശബരിമലയുണ്ടല്ലോ. ആ ശബരിമലയുടെ മാതൃക എന്ന് പറയുന്നത് നമ്മൾ അത് എല്ലാവരും കാണുകയും മനസ്സിലാക്കുകയും പഠിക്കേണ്ടതാണ്. അപ്പോൾ ശബരിമലയിൽ അവിടെ ജാതിയില്ല, മതമില്ല. അവിടെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ആളുകൾക്ക് ഒരു റിസർവേഷനുമില്ല. അവിടെ ജാതി മത പരിഗണനക്കെല്ലാം അതീതമായിക്കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ. അവിടെ ഷർട്ടിട്ട് വരുന്നവരുണ്ട്, ഷർട്ട് ഇടാതെ വരുന്നവരുണ്ട്, നിർബന്ധമില്ല ഒന്നിനും. അവിടെ കറുത്ത വസ്ത്രം ഉടുത്തിട്ട് വരാൻ, കറുത്ത വസ്ത്രം ഉടുക്കാതെ വരാം. ലുങ്കി ഉടുത്ത് വരുന്നവരുണ്ട്. മാലയിട്ട് വരാൻ, മാല ഇടാതെ വരാം. കെട്ട് കെട്ടി വരാം, കെട്ട് കെട്ടാതെ വരാം. കെട്ട് കെട്ടി വരുന്നവർക്കാണ് 18-ാം പടി കയറാൻ അനുവാദമുള്ളൂ. അപ്പോൾ അതൊരു മാതൃകയായിട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളും പറയാറുണ്ട്. നമ്മുടെ ശബരിമല എന്ന് പറഞ്ഞാൽ അത് ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. അപ്പുറത്ത് വാവരസ്വാമി, ഇപ്പുറത്ത് അയ്യപ്പസ്വാമി. ഞാൻ പറയുന്നത് ഇത്തരം ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു തുടക്കമിടാൻ പല സ്ഥലത്തും ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമാണ് സംഭവിക്കുന്നത്. ആലപ്പുഴയിൽ അവിടെ മാല കെട്ടുന്നൊരു മുസ്ലിം സഹോദരിയാണ്. അവരത് വലിയ രീതിയിൽ പിന്നെ പ്രൗഢോടുകൂടിയാണ് പറയുന്നത്. ഞങ്ങളുടെ ഈ അമ്പലത്തിൽ മാല കെട്ടുന്നത് മുസ്ലിം സഹോദരിയാണ്. ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവിടെ പോയി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അതുകൊണ്ട് വല്ല
കയറാറുണ്ട്, ഒരു കുഴപ്പമില്ല. ഇതൊരു ചർച്ച നടത്താൻ താങ്കൾ തയ്യാറുണ്ടോ? ഇങ്ങനെയുള്ള ഇതൊക്കെ ചർച്ച തന്നെയാണ്. നമ്മുടെ ഈ സമൂഹത്തിനോടാണ് ഈ പറയുന്നത് മുഴുവൻ, അല്ലാതെ നമ്മളൊരു ഏതെങ്കിലും ഒരു മാധ്യമത്തോടല്ല. ഞാൻ പറഞ്ഞില്ല, ശബരിമലയുടെ ഒരു മോഡൽ എന്തുകൊണ്ട് നമുക്ക് അവിടെ ഈ ഷർട്ട് ഇടാതിരിക്കുന്നതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പറഞ്ഞാൽ തന്നെ അത് വിവാദമാവും. എൻ്റെ മനസ്സിൽ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയുന്നില്ല, എന്നാൽ ഞാൻ പേഴ്സണൽ ടോക്കിൽ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അതെന്ന് വെച്ചാൽ ഇതൊക്കെ പറയാൻ സാധ്യതയില്ലാത്തൊരു സമൂഹത്തിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദമാക്കണം. അതിലെന്താ കുഴപ്പം എന്നുള്ള കാര്യമല്ല ചിന്തിക്കുന്നത്. അതെങ്ങനെ വിവാദമാക്കാം, അത് എങ്ങനെ സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു വിഭാഗം ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഈ രാഷ്ട്രീയമല്ല ജാതിപരമായ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. മനുഷ്യനെ വിഭജിക്കുക, തമ്മിലടിപ്പിക്കുക. ഒരു മനുഷ്യനും ഒരു തരത്തിലുള്ള രോഗം ഉണ്ടാകരുതെന്നാണ് എപ്പോഴും ആഗ്രഹിച്ചത്. അവശതയുള്ള ആളുകളുടെ അവശത മാറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, ആ കൂട്ടത്തിൽ പറയുന്നതാണ് മറ്റു പല കാര്യങ്ങളും, കരുവന്നൂർ പോലെയൊക്കെയുള്ള പല വിവാദങ്ങളും മറയ്ക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി വിട്ടു എന്നും പറയുന്നവരുണ്ട്. ഒരു വിവാദം ഉണ്ടാക്കിയ മറ്റു വിവാദം മറഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്നതിനല്ല ഞാൻ. ഓരോ വിവാദം അതിൻ്റെതായിട്ടുള്ള വഴിക്ക് പോകും. അപ്പം അത് വെച്ചിട്ടല്ലല്ലോ ഇത് പറഞ്ഞത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയേണ്ടതല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ പറഞ്ഞില്ലല്ലോ ആരും. ആ പറഞ്ഞവർക്കാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവുക. ഞാനിത് അന്ന് തന്നെ തുടങ്ങി മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തു. അന്നത് ഏറ്റെടുക്കാൻ ആരുമില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റെടുത്തു, എന്താണെന്ന് എനിക്കറിയില്ല ആരാ ഏറ്റെടുത്തത്. ഞാൻ പ്രസംഗിച്ചു പോലെയല്ലാതെ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ അധികം ബോധർ ചെയ്യാറില്ല. കാരണം ഇത് പിന്നെ ഒരു നല്ല കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അത് ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മുടെ പ്രസംഗം, അത് നമ്മൾ നോക്കുമ്പോൾ അത് ആ പർട്ടിക്കുലർ ആളുകൾ, ആ മുമ്പിലിരിക്കുന്ന ആളുകളെ മാത്രം കണ്ടുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഇതിനെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ളത് വരുന്നില്ല. അങ്ങനെ വിവാദമൊന്നും പറയാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ഈ വിഷയം ചോദിച്ചായിരുന്നു. അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് നമുക്ക് കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത, പ്രതീക്ഷിക്കാൻ വയ്യാത്ത കാര്യമാണ് ഉണ്ടായത്. താങ്കളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് താങ്കളുടെ ഭാഗം കേട്ടതിന് ശേഷം തുടർ നടപടി എടുക്കും എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹവുമായിട്ട് ഈ കാര്യം സംസാരിച്ചു, അല്ലെങ്കിൽ താങ്കൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു തുടർ നടപടി എടുക്കുന്നതിന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിൽ പിന്നെ CPM-നെ കുറിച്ച് ആളുകൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന്. അപ്പം അത് കൃത്യമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ സംഭവം എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം അതിലെന്താ നിലപാട് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ തുടങ്ങും. ആ നിലപാട് സ്വീകരിക്കുക ചെയ്യും. കാരണം ഈ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ദ്രോഹിക്കുക എന്നുള്ള ഒരു മനോഭാവത്തിലല്ല ഈ കാര്യങ്ങൾ വെച്ചത്. ആരെങ്കിലും മനസ്സിൽ തെറ്റായ വിചാരങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ്. ഇപ്പൊ ചില ആളുകളുടെ മനസ്സിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും തുടർ നടപടി ആലോചിക്കുന്നുണ്ടോ? സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചില ആളുകളുടെ മനസ്സ് തുറന്നല്ലോ. അപ്പൊ ഈ മനസ്സിൽ അടങ്ങിക്കിടക്കുന്ന സാധനം പുറത്തു വന്നല്ലോ. ആ പുറത്തു വന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ സമൂഹത്തിന്റെ ഒരു വളർച്ചയുടെയും പുരോഗതിയുടെയും കാര്യത്തിൽ പറഞ്ഞാൽ എല്ലാം അതുപോലെ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ലല്ലോ. ഇത് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചോ ഈ വിഷയം? സംസാരിച്ചു. എന്താണ് മുഖ്യമന്ത്രി പിന്നെ അത് സംബന്ധിച്ച് നമുക്ക് ഇനിയിപ്പോ തീരുമാനം എടുത്ത് പോകേണ്ടി വരും. അപ്പൊ അത് നമ്മൾ ഇന്ന് വൈകുന്നേരം വീണ്ടും കാണും. അപ്പൊ അതിനൊരു തുടർ നടപടി ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് ഞാൻ പിന്നെ അതിന്റെ വിശദാംശം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നിയമപരമായിട്ട് തന്നെ നിയമപരത്തിന്റെ അതിനെ കുറിച്ചല്ല അങ്ങനെ ഒരു ആലോചന ഇല്ല. നമുക്കിത് പൊതുജനം ഈ വിഷയത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി, കാരണം പറഞ്ഞ കാര്യം നമ്മളൊരു പ്രചാരണ പരിപാടിയാണോ? പ്രചാരണമല്ല, ഇത് സത്യത്തിൽ നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കണം. ഇതിൽ ശരി തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതിന് ഒന്നിനെയും പിന്നെ നമ്മൾ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് വല്ലാത്ത അനീതിയായിരിക്കും. ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പൂർവികർ നടത്തിയ സമരങ്ങളും പോരാട്ടങ്ങളും അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ അത് തെറ്റായിരുന്നു, അന്ധവിശ്വാസമായിരുന്നു, അനാചാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായോ? അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ എന്തും അടിച്ചേൽപ്പിക്കുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മുടെ സമൂഹം എന്നുള്ള ധാരണ മാറണം. ആരോ പറഞ്ഞു, പിന്നെ ഏതൊരു സിനിമയിൽ ഞാൻ കണ്ട, അപ്പോൾ ദൈവം എന്ന് പറയുന്നതും പിന്നെ പ്രജ എന്ന് പറയുന്നു, അല്ലെങ്കിൽ രാജാവും പ്രജയും ഒന്നാണ്, ദൈവവും ഭക്തനും ഒന്നാണ്.
എന്നുള്ള സങ്കല്പം ആയിരുന്നു നമ്മുടെ. രാജാവും പ്രജയും ദൈവവും ഭക്തനും ഇതെല്ലാം ഒന്നാണെന്ന് കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഏതോ ഒരു സിനിമയിൽ പണ്ടെങ്ങോ കേട്ട ഒരു വാക്കാണ്. അതായത് കപടഭക്തി കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ കീഴടക്കുകയാണ് ഒരാൾ. അവിടെയാണ് അയാളെ തറപറ്റിച്ചതിന് ശേഷം പറയുന്നൊരു കാര്യമാണ്. വേറൊരാളോട് ഇങ്ങനെ അതിൻ്റെ ആ ദൈവത്തിൻ്റെ റോളിലേക്ക് ഇയാളോട് വരാൻ പറയുമ്പോഴാണ് ഇയാൾ പറയുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ ഒരു സമയപരിമിതി കൊണ്ട് ഇത് അവസാനിക്കുകയാണ്. താങ്കൾ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു അഭ്യർത്ഥന, ഇത് മാധ്യമങ്ങളും ബാലൻസോടുകൂടി, അതായത് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയില്ല, ഗുണപരമായ മാറ്റത്തിന് വേണ്ടിയുള്ള ഗുണപരമായ ചർച്ച എന്നുള്ളതാണ്. ആ ചർച്ചയാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. ഏതെങ്കിലും ഒരു സമൂഹത്തെ മോശപ്പെടുത്താൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഓരോ ജാതിയിലും ഉപജാതി ചിന്തകളുണ്ട്. ആ ഉപജാതി ചിന്തകൾ കൊണ്ടാണല്ലോ ഹോണർ കില്ലിംഗ് നടക്കുന്നത്. ദുരാചാരക്കൊലയാണ് ഇപ്പോഴും ഉണ്ട്, നടന്നുകൊണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടായില്ല നേരത്തെ കോട്ടയത്ത്. പക്ഷെ പൊതുസമൂഹത്തിന്റെ വികാരം ഇതിനെതിരായതുകൊണ്ട് അതങ്ങനെ പൊതുസമൂഹത്തിന്റെ പിന്തുണ നമ്മുടെ ഇവിടെ ഇല്ല. അത് ആ പിന്തുണ ഇല്ലാതിരിക്കുന്നത് നമ്മുടെ മനസ്സൊരു, അതാണ് പറഞ്ഞത്, പണ്ടാരോ പറഞ്ഞു, ഏത് വലതുപക്ഷത്തിനും ഇവിടെ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട് കേരളത്തിൽ. ആ ഇടതുപക്ഷ മനസ്സുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ അരങ്ങേറാതെ പോകുന്നത്. എന്തായാലും ഒരു വലിയ ചർച്ചയ്ക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ ഗുണപരമായ ഒരു ചർച്ച നടക്കട്ടെ. മന്ത്രി തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു. ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി. നമസ്കാരം.